നമസ്കാരം. KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു പേരാണത്. പ്രത്യേകിച്ച് ആ 4 അക്ഷരങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വളരെയധികം ചലനങ്ങളുണ്ടാക്കിയ, ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പ്രേരക ശക്തിയായി തീർന്ന, ഇന്ധനം പകർന്ന ഒരു കലാസമിതി. വാസ്തവത്തിൽ പിന്നീട് 1950കളിലും 60കളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ, സാമൂഹിക സംഭവ വികാസങ്ങളിലൊക്കെ KPAC വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. KPAC ഇപ്പോൾ 75ാമത്തെ വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞു. അത്രയും നീണ്ട കാലം കേരളത്തിൽ ഒരു വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സാംസ്കാരിക പ്രസ്ഥാനവും മറ്റൊന്നില്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അവരുടെ പ്രധാനപ്പെട്ട നാടകത്തിൻ്റെ പേര് തന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തമായ രാഷ്ട്രീയത്തോടെ, രാഷ്ട്രീയ ബോധത്തോടെ കേരളത്തിലെ ജനങ്ങളെ സമീപിച്ച ഒരു ഒരു കലാ സാംസ്കാരിക പ്രസ്ഥാനമാണ് KPAC. എങ്ങനെയാണ് KPACയുടെ തുടക്കം? 1950 എറണാകുളം ലോ കോളേജിൽ അവരുടെ കോളേജ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ്. അന്നവിടെ ഒരു പ്രധാനപ്പെട്ട ഇനം, കലാപരിപാടികളുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഒരു നിഴൽ നാടകമായിരുന്നു. ആ നിഴൽ നാടകത്തിൻ്റെ ഒരു അവതാരകർ, അത് പ്രധാനമായിട്ടും 2 വ്യക്തികളായിരുന്നു. ഒന്ന് G. ജനാർദ്ദനക്കുറുപ്പ്, മറ്റൊന്ന് പുനലൂർ N. രാജഗോപാലൻ നായർ. ഇവർ 2 പേരും അവസാന വർഷം BL വിദ്യാർത്ഥികളാണ്. നിഴൽ നാടകം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കേരളത്തിൽ അധികം ഇല്ലാത്ത, അല്ലെങ്കിൽ ആരും കാണാത്ത ഒരു കലാസങ്കേതമാണത്. പക്ഷെ അന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം പോപ്പുലറായിരുന്ന ഒരു കലാരൂപമായിരുന്നു അത്. ഒരു വലിയ വെള്ള തുണി വലിച്ചു കെട്ടി അതിൻ്റെ പുറകിൽ അഭിനേതാക്കൾ നിന്ന് അവരുടെ ചലനങ്ങൾ നടത്തുമ്പോൾ അത് നിഴൽ രൂപങ്ങളായി, ഈ പ്രകാശത്തിൻ്റെ സഹായത്തോടെ അത് നിഴൽ രൂപങ്ങളായി ആ വെള്ളത്തുണിയിൽ പതിയുകയും അത് പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നു, അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. അതാണ് നിഴൽ നാടകത്തിൻ്റെ ഒരു രീതി. അതിൻ്റെ കൂടെ ഒപ്പം അനൗൺസ്മെൻറ്റും പാട്ടുകളും ഒക്കെ ഉണ്ടാവും. ഈ അവതരണവും ഗാനങ്ങളുമൊക്കെ ഏറ്റെടുത്തത് ജനാർദ്ദനക്കുറുപ്പാണ്. അഭിനേതാക്കളായി അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നവർ മറ്റ് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. രാജഗോപാലൻ നായരുണ്ട്, കല്യാണകൃഷ്ണൻ നായർ, കല്യാണകൃഷ്ണൻ നായരുണ്ട്. അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് MLA ആയി. അങ്ങനെ പലരുമുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് കൊറിയൻ യുദ്ധമാണ്. കൊറിയൻ യുദ്ധത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, കൊറിയയിലെ പട്ടാളക്കാരോടും അവിടുത്തെ ജനങ്ങളോടുമൊക്കെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ നിഴൽ നാടകം, പൊരുതുന്ന കൊറിയ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് വ്യക്തമായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള, അതിനോട് കൂറ് പുലർത്തുന്ന ചെറുപ്പക്കാരായിരുന്നു അവരെക്കുറിച്ച് പറയാം. അപ്പോൾ ആ നിഴൽ നാടകം ഒരു വലിയ നിറതോക്കും പേനയുമായി പൊരുതുന്ന ആ കൊറിയൻ ജനതയോട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ്. അത് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ഒരു കവിത ശകലമായിരുന്നു അതാണ് അവിടെ ജനാർദ്ദനക്കുറുപ്പ് പാടുകയും വളരെ മുഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ആ കൊറിയൻ യുദ്ധത്തെ അവതരിപ്പിക്കുകയും ചെയ്തത്. ഈ ഒരു നിഴൽ നാടകത്തെക്കുറിച്ച് പറയാൻ കാരണം, അതൊരു കലാസംഘടനയുടെ തുടക്കമായിരുന്നു. ആ ഒരു നിഴൽ നാടകത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത്, അതിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് അവതരിപ്പിച്ച 2 പേരും, ഇതിന് നേതൃത്വം കൊടുത്ത 2 പേരും, ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും വ്യക്തമായ രാഷ്ട്രീയ അനുഭാവമുള്ളവരോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരോ അതിൻ്റെ പ്രവർത്തകരോ ആയിരുന്നു. ജനാർദ്ദനക്കുറുപ്പ്, അദ്ദേഹം മധ്യ തിരുവിതാംകൂറിൽ, കൊല്ലത്ത്, ഒരവൂരിൽ, അവിടെ അദ്ദേഹത്തിൻ്റെ
പിന്നെ വളരെ ചെറുപ്പകാലത്ത് തന്നെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ KN ഗോപാലക്കുറുപ്പ് അദ്ദേഹവുമായി ചേർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ഒരാളാണ്. അദ്ദേഹം പിന്നീട് സ്റ്റേറ്റ് കോൺഗ്രസിലെ ഇടതുപക്ഷത്തിൻ്റെ TV തോമസും MN ഗോവിന്ദൻ നായരും PT പുന്നൂസും KC ജോർജും N ശ്രീകണ്ഠൻ നായരും K ബാലകൃഷ്ണനും ഒക്കെ അടങ്ങുന്ന ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗം പിൽക്കാലത്ത് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി KSP എന്നുള്ള പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറായി തീരുകയും ചെയ്തു ജനാർദ്ദനക്കുറുപ്പ്. സർ CPA വെട്ടിയ KCS മണി എന്ന് പറയുന്ന വിപ്ലവകാരി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഖാവും സുഹൃത്തുമായിരുന്നു ജനാർദ്ദനക്കുറുപ്പ്. അങ്ങനെ ഒരു കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നെങ്കിലും അദ്ദേഹം പിൽക്കാലത്ത് ആ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിട്ടുമാറി. മധുര അമേരിക്കൻ കോളേജിൽ K ബാലകൃഷ്ണനോടൊപ്പം പഠിച്ച ജനാർദ്ദനക്കുറുപ്പ് പിന്നീട് ഈ വിദ്യാഭ്യാസം പുനരാരംഭിച്ചത് മദ്രാസിൽ പോയി ലോ കോളേജിൽ പഠിച്ചാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഒളിവിലായിരുന്ന MN ഗോവിന്ദൻ നായർ അവിടെ അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ ചെല്ലുകയും അവിടെ വെച്ച് MN കമ്മ്യൂണിസത്തിലേക്ക് അദ്ദേഹത്തെ ജ്ഞാനസ്നാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജനാർദ്ദനക്കുറുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുത്തു. തിരിച്ച് ലോ കോളേജിൽ വന്ന് എറണാകുളം ലോ കോളേജിൽ വന്ന് BL പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ പഠിക്കുന്ന സമയത്താണ് പിന്നെ ആ ഒരു പാർട്ടിയോടുള്ള ആഭിമുഖ്യം ഉറച്ചത്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച പുനലൂർ N രാജഗോപാലൻ നായർ വളരെ ചെറുപ്പം മുതൽ തന്നെ പുനലൂരെ വലിയ ഒരു കുടുംബത്തിൽ ജനിച്ച് എന്താ പറയുക ഹൈസ്കൂൾ അധ്യാപകനായി പ്രവർത്തിച്ച് പിന്നീട് സെയിൽസ് ടാക്സ് ഓഫീസിൽ ഒരു പിന്നെ ഉദ്യോഗസ്ഥനായി മാറി. അവിടെ വെച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ചരിത്രപ്രസിദ്ധമായ ജയിൽ സമരത്തിൽ 40കളുടെ ഒടുവിൽ നടന്ന ജയിൽ സമരത്തിൽ ഒക്കെ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു വന്ന രാജഗോപാലൻ നായർ അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ വന്ന് FL ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ഒപ്പമുണ്ടായിരുന്ന കുമരകം ശങ്കുണ്ണി മേനോൻ, അതുപോലെ തന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇങ്ങനെ കുറച്ച് പേരുമായിട്ടൊക്കെ ചേർന്ന് അദ്ദേഹം കലാപ്രവർത്തനങ്ങൾക്ക് ഈ വില്ലടിച്ചാൻ പാട്ട്, കഥാപ്രസംഗം ഇതൊക്കെ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഒരു ഇടതുപക്ഷം എന്നുള്ള പേരിൽ ഒരു വാരിക ആരംഭിച്ചത്. ഇടതുപക്ഷം എന്നുള്ള വാരിക അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ മുഴുവനും അതുപോലെ തന്നെ കേരളത്തിൽ എന്ന് പറയുന്ന അന്ന് തിരുക്കൊച്ചിയാണ്. ഇവിടെ തിരുവിതാംകൂർ പിന്നീട് തിരുക്കൊച്ചിയായി മാറി. തിരുക്കൊച്ചിയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഇടതുപക്ഷം എന്നൊരു വാരിക ആരംഭിച്ചു. അന്ന് ധാരാളം പിന്നെ വയലാർ രാമവർമ്മ, SL പുരം സദാനന്ദൻ, VT ഇന്ദിയൂടൻ, ഇങ്ങനെ പലരും പല വാരികകൾ ആരംഭിച്ച കാലമായിരുന്നു അത്. അതിൻ്റെ കൂട്ടത്തിൽ ഇടതുപക്ഷവും വളരെ ശ്രദ്ധേയമായ ഒരു പ്രസിദ്ധീകരണമായി മാറി. അങ്ങനെ രാജഗോപാലൻ നായർ അതൊക്കെ നടത്തിയതിന് ശേഷമാണ് ലോ കോളേജിൽ വന്ന് സജീവമായി ഒരു വക്കീലായിത്തീരുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി പഠനം ആരംഭിക്കുകയും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കലാസംഘടന ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് ഈ ഒരു പിന്നെ ഇതിന് രൂപം കൊടുത്തത്. ഈ ഒരു ആ ദിവസം കോളേജ് യൂണിയനിൽ കോളേജിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിഴൽനാടകം അവതരിപ്പിക്കാനുള്ള പരിപാടിക്ക് രൂപം കൊടുക്കുകയും അത് വളരെ സക്സസ്ഫുള്ളായി വളരെ വിജയകരമായി തീർന്നു. അങ്ങനെ വിജയകരമായി തീർന്നപ്പോൾ ഇവർക്കൊരു ആവേശമായി, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഭാരത് കഫേ എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ള ആ ലോഡ്ജിലായിരുന്നു അവർ താമസം. ജനാർദ്ദനക്കുറുപ്പ് താമസിക്കുന്ന അവിടെയാണ്. അവിടെ രാജഗോപാലൻ നായരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഐസക് തോമസ്, പ്രഭാകരൻ നായർ, ഇങ്ങനെ കുറച്ച് പേരൊക്കെ കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അവരെ ഈ പ്രസ്ഥാനത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്കിതൊരു സാംസ്കാരിക സംഘടനയായി ഒരു നാടക സംഘടന ആയി നാടക ട്രൂപ്പായി മാറ്റണം എന്നൊരു ആശയം കൊണ്ടുവന്നു. അങ്ങനെ അവർ ആലോചിച്ചത് ദസ്തേവിസ്കിയുടെ പ്രശസ്തമായ ക്ലാസിക് കൃതി ബ്രദേഴ്സ് കാരമസോവ് സഹോദരന്മാർ ഒരു നാടകരൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് അവർ വളരെ കാര്യമായിട്ട് ആലോചിച്ചെങ്കിലും ഈ അന്നത്തെ പല കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോയില്ല. ഈ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് രാഷ്ട്രീയ മാറ്റങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുക്കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കൽക്കട്ട പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച്, രണ്ടാം കോൺഗ്രസ്സിൽ വെച്ച് ഒരു പുതിയ ഒരു നയ പരിപാടിക്ക് രൂപം കൊടുത്തു. അത് സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നില്ല, ഇനിയൊരു വിപ്ലവം, ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടൊരു പുതിയ വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ കർഷകരുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും ഒക്കെ നേതൃത്വമുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വരികയും ചെയ്യണം എന്നുള്ളൊരാശയത്തെ മുൻനിർത്തിക്കൊണ്ട് BT രണദിവെ ഒരു തീസിസ് അവതരിപ്പിച്ചു. അതാണ് കൽക്കട്ട തീസിസ്. ആ കൽക്കട്ട തീസിസ് പ്രകാരം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകി. പക്ഷേ അപ്പോൾ തന്നെ ആ പാർട്ടി കോൺഗ്രസ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരെ വളരെ വ്യാപകമായി അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. അങ്ങനെ ജയിലിലടയ്ക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറമേ ധാരാളം പേർ ഒളിവിൽ പോയി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സജീവമായി PC ജോഷിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ കേരളത്തിലെ ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത് ഛിന്നഭിന്നമായി. കേരളത്തിൽ മലബാറിലും ഇതേ കാര്യം നടന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. തിരുവിതാംകൂറിൽ നിന്ന് പട്ടനാണപിള്ള പ്രധാനമന്ത്രിയായി ഒരു മന്ത്രിസഭയുണ്ടായി. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം പറവൂർ ടി.കെ. നാരായണപിള്ള അധികാരമേറ്റു. പറവൂർ ടി.കെ. നാരായണപിള്ള പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഒരുമിച്ച് സംയോജനം ഉണ്ടായി ഒരു തിരുകൊച്ചി സംസ്ഥാനം ഉണ്ടാകുന്നത്. ആ തിരുകൊച്ചി സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോഴും നിരോധിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ പോലും പ്രവർത്തകരെ വ്യാപകമായി വേട്ടയാടുന്നുണ്ടായിരുന്നു. അത് മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു വലിയ കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ തോപ്പിൽ ഭാസിയുടെയും കാമ്പശ്ശേരി കരുണാകരൻ്റെയും കേശവൻ പോറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം കോൺഗ്രസ്സുകാർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു. അതിന് നേതൃത്വം കൊടുത്ത അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നയിച്ചത് ആർ ശങ്കരനാരായണൻ നമ്പിയും പുതുപ്പള്ളി രാഘവനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ശക്തിയായി വളരുന്ന കാലമായിരുന്നു അത് 1940കളുടെ ഒടുവിൽ. പക്ഷേ അതേസമയം അവരുടെ പ്രവർത്തനങ്ങൾ പരസ്യമായി നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ പോലീസ് അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മധ്യ തിരുവിതാംകൂറിൽ ശൂരനാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിനെ ചൊല്ലുണ്ടായ തർക്കം ഒരു വലിയ അക്രമത്തിലേക്ക് മാറുന്നത്. പോലീസുകാർ കമ്മ്യൂണിസ്റ്റുകാരെ വീട് കയറി തിരയുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെയും മക്കളെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഒളിവിലിരുന്ന പുരുഷന്മാർ, അവിടെയുള്ള പുരുഷന്മാരെല്ലാവരും ഓടി വന്ന് പോലീസുകാരുമായി ഒരു ആക്രമണത്തിൽ ഒരു കലാപത്തിൽ സംഘടനത്തിൽ ഏർപ്പെട്ടു. അതിൽ 4 പോലീസുകാർ കൊല്ലപ്പെട്ടു. അതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ അവിടുത്തെ ആണുങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. പെണ്ണുങ്ങളെ കൂട്ടമായ ആക്രമണത്തിനിരയാക്കി ബലാത്സംഗം ചെയ്തു. കുട്ടികളെ തന്നെ ഭയങ്കരമായി അവരെ കൊല്ലാക്കൊല ചെയ്തു. തണ്ടാശ്ശേരി രാഘവൻ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി അവിടെ ഉണ്ടായി. ആദ്യം തന്നെ എല്ലാവരും അന്നുണ്ടായിരുന്ന ഒരുപാട് പേർ ഒളിവിൽ പോയി. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരാൾ തോപ്പിൽ ഭാസ്കരൻ പിള്ള എന്ന തോപ്പിൽ ഭാസിയാണ്. ഈ ശൂരനാട് സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തിരുകൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി.കെ. നാരായണപിള്ള ശൂരനാട് തെന്നല തറവാട്ടിലെത്തി ഈ ജന്മിയുടെ കുടുംബമായ ഈ കലാപത്തിന് തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ അടിച്ചമർത്തിയ അവിടുത്തെ ജന്മി കുടുംബത്തിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുറ്റത്ത് നിന്നുകൊണ്ട് ഈ പറവൂർ ടി.കെ. നാരായണപിള്ള ഒരു പ്രഖ്യാപനം നടത്തി. ശൂരനാട് എന്നൊരു നാടിനി വേണ്ട എന്ന് പറഞ്ഞാൽ ശൂരനാടിനെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, പ്രവർത്തകരെ, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കി മർദ്ദിച്ചൊതുക്കി അവിടെ ഒരു പൂർണ്ണമായ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതിന് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു, ആജ്ഞ കൊടുക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി അവിടെ ഭീകരമായ ക്രൂരമായ ഒരു വേട്ടയാടൽ തന്നെ നടന്നു. ഇതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് ആരും പരസ്യമായി മുന്നോട്ട് വരാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു കോളേജിലായാൽ പോലും ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഒരു കലാസംഘടന പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ആപൽക്കരമായൊരു കാര്യമായിരുന്നു. പക്ഷേ ഇവരാരും അതിനെ കൂസാതെ അങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നയത്തിൽ മാറ്റം വന്നു. രണദിവെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി C. രാജേശ്വർ റാവു ആ സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ നയത്തിനോടും വിയോജിപ്പ് പ്രകടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെല്ലാവരും ഒത്തുകൂടി കൽക്കത്തയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് പുതിയൊരു നയപരിപാടിക്ക് രൂപം നൽകി. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കാനായിരുന്നു ആ തീരുമാനം. ആ തീരുമാനം വന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലുള്ള നിരോധനം പലയിടത്തും നീക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ തിരുകൊച്ചിയിലെപ്പോഴും പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. തിരുകൊച്ചിയിൽ അപ്പോഴേക്കും ഒരു രാഷ്ട്രീയപരമായ മാറ്റം വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് C. കേശവനായിരുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു.
ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിലായ കമ്മ്യൂണിസ്റ്റുകാർ പോലും പുറത്തിറങ്ങി അതിൽ വ്യാപകമായി ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ടി വി തോമസും കെ ആർ ഗൗരിയും ആർ സുഗതനും CG സദാശിവനും KT ജേക്കബും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പേരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷേ അവരെയൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമായി തുടങ്ങിയപ്പോൾ അവരെ പിന്നെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അങ്ങനെ ഒളിവിലിരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി KSP RSP എന്നീ സംഘടനകളുമായി കൂട്ടുചേർന്ന് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കി മത്സരിക്കാൻ തീരുമാനിച്ചു. ഈ ഐക്യമുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പുനലൂർ രാജഗോപാലൻ നായർ. അദ്ദേഹം പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മത്സരിച്ചത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പുനലൂർ രാജഗോപാലൻ നായർ മത്സരിച്ചു. ജനാർദ്ദനക്കുറുപ്പ് ഉൾപ്പെടെ അവിടെ പോയി എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചു. അദ്ദേഹം ജയിച്ചു, MLA ആയി. അങ്ങനെ MLA ആയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം നീക്കി MN ഗോവിന്ദൻ നായർ, CH മേനോൻ, TV തോമസ്, KR ഗൗരി, R സുഗതൻ, ഇങ്ങനെ ഒരു 27 പേര് കമ്മ്യൂണിസ്റ്റുകാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു വലിയ ശക്തിയായി തീർന്നു. TV തോമസ് പ്രതിപക്ഷ നേതാവായി. അങ്ങനെ ഒരു ശക്തിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ 1950കളുടെ തുടക്കത്തിൽ തന്നെ, പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ വളരെ സജീവമായി പാർട്ടി ഒരു കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അത് പലയിടത്തും നാടകങ്ങളും സംഘഗാനങ്ങളും അതുപോലെ തന്നെ നൃത്യങ്ങളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ശാരംഗവാണിയുടെയും PK മേദിനിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നു. അങ്ങനെ പലയിടത്തും പാർട്ടി പ്രവർത്തകർ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ പാർട്ടി നിരോധനം നീക്കിയതോടുകൂടി എല്ലാവരും പരസ്യമായി രംഗത്ത് വരികയും അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അത്തരം സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് രാജഗോപാലൻ നായർ പിന്നെയും ജനാർദ്ദനക്കുറുപ്പിനെ കാണാനെത്തുന്നത്. പഴയ ആശയം, നമ്മുടെ ഒരു കലാസാംസ്കാരിക സംഘടന ഉണ്ടാക്കണ്ടേ? കാര്യം അന്ന് MLA എന്ന് പറഞ്ഞാൽ വളരെ MLA ആണ് എന്ന് പറയുന്ന ഒരു പൊതുജന സേവനമായിരുന്നു. അത് അല്ലാതൊരു ശമ്പളം കിട്ടുന്ന ജോലിയായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ കാര്യമായ പ്രതിഫലമൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു അലവൻസ് മാത്രം കിട്ടിക്കൊണ്ടിരുന്നു. MLAക്ക് താമസിക്കാൻ പോലും ഒരിടമുണ്ടായിരുന്നില്ല. MLA ക്വാർട്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാജഗോപാലൻ നായർ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പഴയ ആ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളൊന്ന് പുനരാരംഭിക്കാം. പിന്നെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും ഇത്തരം ഒരു കാര്യം നല്ലതാണല്ലോ. അപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് അന്ന് അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ചു തുടങ്ങിയിരുന്നു. അദ്ദേഹവും അതിന് സമ്മതം മൂളി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു എന്താ പറയുക, ഒരു ഉത്തേജനം പകർന്നുകൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു അഭിഭാഷകനായിരുന്നു, അഡ്വക്കേറ്റ് KS രാജാമണി. KS രാജാമണി മാവേലിക്കരക്കാരനാണ്, വലിയൊരു സമ്പന്നനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് MP പോൾ എന്ന് പറയുന്ന പ്രശസ്ത സാഹിത്യ നിരൂപനം നടത്തിക്കൊണ്ടിരുന്ന പ്രൊഫസർ MP പോളിൻ്റെ MP പോൾസ് കോളേജിലെ ഒരു അധ്യാപകനും കൂടിയായിരുന്നു. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ 2-3 പേരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ കൂട്ടത്തിൽ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കാൻ വേണ്ടി എത്തിയ ONV കുറുപ്പ് എന്നുള്ള യുവ കവി ഉണ്ടായിരുന്നു. കാമ്പിശ്ശേരി കരുണാകരൻ എന്ന പുനലൂർ രാജഗോപാലൻ നായരോടൊപ്പം തന്നെ MLA ആയ മറ്റൊരു അഭിനേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും പത്രപ്രവർത്തകനും ഒക്കെയായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നല്ല സംഘം സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നു. ഇതിൽ രാജഗോപാലൻ നായരും ജനാർദ്ദനക്കുറുപ്പും രാജാമണിയും കൂടി ചേർന്ന് CP സത്രത്തിൽ, തിരുവനന്തപുരത്തെ CP സത്രത്തിലിരുന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ നമുക്കൊരു സംഘടന ഉണ്ടാക്കണം, നാടകങ്ങൾ നടത്തണം, എന്തായിരിക്കണം ആ സംഘടനയുടെ പേര്? അപ്പോൾ രാജഗോപാലൻ നായർ പറഞ്ഞു, നമുക്ക് ജനകീയ കലാസമിതി എന്ന് പേരിടാം. കാരണം ജനങ്ങളാണല്ലോ ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് അതിനോട് യോജിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ ഒരു ആകർഷകമായൊരു പേര്, പെട്ടെന്ന് കേട്ടാൽ ആളുകൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു പേര് വേണം. അതിന് ഇംഗ്ലീഷിൽ പേരിടാം, നമുക്ക് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. അതിനെ നമുക്ക് ചുരുക്കപ്പേരിൽ KPAC എന്ന് വിളിക്കാം. രാജഗോപാലൻ നായർക്ക് സാധാരണ ഇത്തരം സന്തോഷമുള്ള വർത്തമാനങ്ങൾ കേട്ടാൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തും, അത് ഗിബ്ബാർ എന്നാണ്. അപ്പോൾ KPAC എന്നുള്ള പേര് കേട്ടപ്പോൾ രാജഗോപാലൻ നായർ ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു, ഗിബ്ബാർ, അടിപൊളി എന്നൊക്കെയുള്ള വേണമെങ്കിൽ അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാം. അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് 1952 ആ ഒരു സന്ധ്യയ്ക്ക്, 52 ഏതാണ്ട് മധ്യകാലമാണ് അതിൻ്റെ, അവർ തിരുവനന്തപുരത്തെ CP സത്രത്തിൽ വെച്ച് 1950 അവർ നേരത്തെ ആരംഭിച്ച കലാപ്രസ്ഥാനത്തെ ഒരു വലിയ നാടക സംഘടനയാക്കി, ഒരു തിയേറ്റർ ട്രൂപ്പാക്കി മാറ്റുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. അതിന് KPAC എന്നുള്ള പേരുമിട്ടു. അങ്ങനെയാണ് KPAC ഔദ്യോഗികമായി ആ പേര് സ്വീകരിച്ചുകൊണ്ട് ആരംഭം കുറിക്കുന്നത്.